ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നടന്നിട്ടുള്ള ഒരു PSC പരീക്ഷയിലെ കണക്കിലെ 5 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90ഉമായാൽ അഞ്ചാമത്തെ സംഖ്യ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: 80, 70, 90, 60. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 9 സംഖ്യകളുടെ ശരാശരി എന്നുള്ളത് 80 ആണ്. അതേപോലെ അതിൽ ആദ്യത്തെ 4 സംഖ്യൻ്റെ ശരാശരി 70 ആണ്. രണ്ടാമത്തെ 4 സംഖ്യൻ്റെ ശരാശരി 90 ആണ്. പിന്നെ ഒരു സംഖ്യ ഉണ്ടാവും, അത് എത്ര എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണാണ്, അത് നമുക്കറിയാം. അപ്പോൾ അതേപോലെ അതിൽ തുക കാണുന്നുണ്ടെങ്കിൽ ശരാശരി ഇൻറ്റു എണ്ണം, ശരാശരിയും എണ്ണം ഗുണിച്ചാൽ നമുക്കതിൽ നിന്ന് തുക കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ 9 സംഖ്യ ഉണ്ട്. അപ്പോൾ എണ്ണം എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ 9 സംഖ്യകളുടെ ശരാശരി എന്നുള്ളത് ശരാശരി = 80 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഈ 9 സംഖ്യൻ്റെ തുക കണ്ടുപിടിക്കാൻ പറ്റും. ശരാശരി എണ്ണം ഗുണിച്ചാൽ മതി. അതായത് 8 × 9 = 720 കിട്ടും. അതായത് ഈ 9 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ തുക എന്ന് പറയുന്നത് 720 ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70 ആണ്. അപ്പോൾ അവിടുത്തെ എണ്ണം 4 ആണ്, ശരാശരി 70 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 4 സംഖ്യൻ്റെ തുക, 4 സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ തുക എന്ന് പറയുന്നത് ഈ ശരാശരിയും എണ്ണം ഗുണിച്ചാൽ മതി. അതായത് 70 × 4 ചെയ്താൽ മതി. 70 × 4 280 കിട്ടും. അതായത് ആദ്യത്തെ 4 സംഖ്യകൾ കൂട്ടിയാൽ 280 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ 4 സംഖ്യ, അതിൻ്റെ ശരാശരി 90 ആണ്. അപ്പോൾ ആ രണ്ടാമത്തെ 4 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ശരാശരി എണ്ണം ഗുണിച്ചാൽ മതി. അതായത് എണ്ണം 4 ആണ്, ശരാശരി 90 ആണ്. 4 × 90 ഗുണിക്കുക, അപ്പോൾ 360 കിട്ടുന്നു. അതായത് രണ്ടാമത്തെ 4 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 360 ആണ് കിട്ടുന്നത്. ആദ്യത്തെ 4 സംഖ്യകൾ കൂട്ടുമ്പോൾ അവിടുത്തെ തുക കിട്ടിയത് 280 ആണ്. അപ്പോൾ 280 കിട്ടി, പിന്നത്തെ 4 സംഖ്യേൻ്റെ 360 കിട്ടി. ഈ ഒരു സംഖ്യ കൂടിയുണ്ട്, അത് എത്ര എന്നാണ് കണ്ടെത്തേണ്ടത്. പക്ഷെ നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട് 9 സംഖ്യേൻ്റെ തുക എന്നുള്ളത് 720 ആണ്. അതായത് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 720 ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു സംഖ്യ അതാണ് നമുക്ക് കിട്ടാത്തത്. അതായത് 280ഉം 360ഉം പിന്നെ അവസാനത്തെ ആ ഒരു സംഖ്യ കൂടി കൂട്ടുമ്പോൾ 720 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആ സംഖ്യ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അതിന് വേണ്ടിയിട്ട് 720-ന്ന് 360ഉം 280ഉം കുറച്ചാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം 360ഉം 280ഉം കൂട്ടി നോക്കുക. ഓക്കെ, അത് കൂട്ടി നോക്കുമ്പോൾ 640 കിട്ടുന്നു. ഈ 640 ഈ 8 സംഖ്യൻ്റെ തുകയാണ്. അപ്പോൾ 720-ന്ന് ഇത് കുറച്ചാൽ മതി. 720 - 640, അത് ചെയ്യുമ്പോൾ 80 കിട്ടുന്നു. അതായത് ഈ അവസാനത്തെ ഒരു സംഖ്യ എന്നുള്ളത് 80 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം 80 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്രയാണ്? ഓക്കെ, 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്രയാണ്? 500, 700, 550, 650. ഓക്കെ, ഇവിടെ ഒരു വസ്തു വാങ്ങിയിട്ട് അത് 20% വില കൂട്ടി ലാഭത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് വിറ്റത് 600 രൂപയ്ക്കാണ്. അതായത് എത്രയോ ഒരു പൈസ ലാഭമായിട്ട് കൂട്ടിയപ്പോൾ 600 രൂപയായി. 20% ലാഭമായിട്ട് കൂട്ടിയത്. അങ്ങനെ 600 രൂപയ്ക്ക് വിറ്റപ്പോൾ അവിടെ ലാഭം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വസ്തു ആദ്യം വാങ്ങിയത് എത്ര രൂപയ്ക്കായിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. നമ്മളൊരു വസ്തുവിൻ്റെ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ അതൊരു യഥാർത്ഥ വിലയാണല്ലോ. അതിന് നമ്മൾ 100% ആക്കിയിട്ടാണ് കണക്കാക്കുക. 100%. അപ്പോൾ ആ ഒരു വസ്തു വാങ്ങി 100% രൂപക്കാണ്, 100% അത് വാങ്ങിയത്. പിന്നെ അത് 20%, ആ ഒരു വിലൻ്റെ 20%, അതായത് 100-ൽ 20% വില കൂട്ടിയിട്ടാണ് വിറ്റത്. അപ്പോൾ 600 രൂപ ആവുകയാണ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ വാങ്ങിയ വില കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ 600 രൂപ എന്ന് പറയുമ്പോൾ ഒരു വസ്തു വാങ്ങിയ വിലയുണ്ട്, അതേപോലെ അതിൽ 20% ലാഭമുണ്ട്. അതായത് ആകെ ഈ 600 എന്ന് പറഞ്ഞാൽ 100%, അതേപോലെ ഒരു 20% ലാഭം. അതായത് ആകെ 120% ഉണ്ട്. ഈ 600 എന്ന് പറയുമ്പോൾ അതിൽ 120% ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ 600-ൽ നമുക്ക് 100%, അതായത് ഈ വാങ്ങിയ വിലയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 600 ×
ഇതിൽ നമുക്ക് വേണ്ട 100%ആണല്ലോ വാങ്ങിയ വില. അപ്പോൾ 600 ഇൻറ്റു 100/120. കാരണം ഈ 120 കൊടുക്കാനുള്ള കാരണം എന്താണ്? ഈ 600 എന്നുള്ളത് 100%, അത് അതിൻ്റെ കൂടെ ഒരു 20% കൂടി ഉണ്ട്. അതായത് 120%ആണ് ഈ 600 എന്ന് പറയുന്നത്. അപ്പോൾ 120ൽ 100 അതാണ് നമുക്ക് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് 600 ഇൻറ്റു 100/120 ചെയ്യണത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 120ൽ 0 വിട്ടുക, 600 0 വിട്ടുക. അപ്പോൾ 60/12, 60 ആയിരിക്കണം, 12 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി 5 ഇൻറ്റു 100 എത്ര കിട്ടും? 500 കിട്ടും. അതായത് ഉത്തരം നമുക്ക് 500 കിട്ടി. ഇവിടുത്തെ ഉത്തരം 500 ആണ്. അതായത് ഈ ഒരു വസ്തു വാങ്ങിയത് 500 രൂപക്കാണ്. അത് മനസ്സിലാക്കി, അതാണ് ഉത്തരം, അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഈ 500ൻ്റെ 20%, 500ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 100 ആണ്. ആ 100 ഇവിടെ വില കൂട്ടി, ലാഭത്തിന് വേണ്ടിയിട്ട് 500 കൂടി 100 കൂട്ടിയപ്പോൾ 600 രൂപ, 20% കൂട്ടി. എന്നിട്ട് വിറ്റു. അപ്പോൾ 600 രൂപക്കല്ലേ വെക്കുന്നത്, 20% കൂട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ വാങ്ങിയ വില എത്രയായിരുന്നു ചോദിക്കുമ്പോൾ 500 അല്ലേ? അപ്പോൾ 500 ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 2 മണിക്കൂർ, 1.5 മണിക്കൂർ, 1 മണിക്കൂർ 40 മിനിറ്റ്, 1 മണിക്കൂർ 50 മിനിറ്റ്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 3 മണിക്കൂർ കൊണ്ട് 180 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 110 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് 3 മണിക്കൂർ കൊണ്ട് 180 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനൊന്ന് 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, മണിക്കൂറിനെ 3 കൊണ്ട് ഹരിക്കുക, കിലോമീറ്ററിനൊന്ന് 3 കൊണ്ട് ഹരിക്കുക. അതായത് 3 മണിക്കൂർ എന്നുള്ളത് ജസ്റ്റ് 1 മണിക്കൂർ എന്നാക്കുക. 180 എന്നുള്ളത് 3 കൊണ്ട് ഹരിച്ചാൽ 60 എന്നാകും. അതായത് 1 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും. ഓക്കെ, 1 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ 1 മണിക്കൂർ എന്നുള്ളത് 60 മിനിറ്റ് എന്നാക്കി പറയാം. അപ്പോൾ 60 മിനിറ്റ് കൊണ്ട് 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും. ഓക്കെ, 60 മിനിറ്റ് കൊണ്ട് 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര പറ്റും? 1 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് 110 കിലോമീറ്ററാണ്. അപ്പോൾ ഈ 1 കിലോമീറ്റർ എന്നുള്ളത് 110 ആക്കണം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 110 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ 110 മിനിറ്റ് വേണം. ഓക്കെ, അപ്പോൾ 110 മിനിറ്റാണ് ഈ 110 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം. ഇനി 110 മിനിറ്റ് എന്നുള്ളത് നമുക്കൊന്ന് മണിക്കൂറിലാക്കി പറയാം. ഓക്കെ, 110 മിനിറ്റിൽ എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂർ വരുന്നുണ്ട് അല്ലേ? അതായത് 110 60 കുറച്ചാൽ ബാക്കി 50 ഉണ്ടാവും. അതായത് 60 മിനിറ്റും 50 മിനിറ്റും. അപ്പോൾ 1 മണിക്കൂറും പിന്നെ 50 മിനിറ്റും ഉണ്ട് അല്ലേ? അതായത് 110 കിലോമീറ്റർ ഈ കാർ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറും 50 മിനിറ്റാണ് സമയം വേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. സ്ക്വയർ റൂട്ട് ഓഫ് 3249 സമം 57 ആണ് എങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 3249 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 32.49 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 3,24,900 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 0.3249 എത്രയാണ്? ഓക്കെ, 633.27, 632.13, 633.13, 632.27. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 3249 വർഗ്ഗമൂലം 57 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തിൽ 3249 റൂട്ട് 57 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ഇനി 32.49 ഇതിൻ്റെ വർഗ്ഗമൂലം കാണാം അല്ലേ? അതായത് എന്തായാലും 57 എന്നുള്ള 57 എന്നുള്ള 2 സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് ഈ 32.49 കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ സ്ഥാനം എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ 57 ഗുണിച്ചാൽ 57 × 57 അത് ഗുണിച്ചാൽ 3249 കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരത്തിൽ നമ്മൾ ഗുണിക്കുമ്പോൾ 2 സ്ഥാനം വരണം. ഓക്കെ, അതായത് 57 × 57 എന്ന് പറയുമ്പോൾ അവിടെ പോയിൻ്റ് ഇല്ല, അപ്പോൾ ഉത്തരത്തിലും പോയിൻ്റ് ഉണ്ടാവില്ല. ഇനി നമ്മളിപ്പോൾ 5.7 ഗുണിക്കണം 5.7 ഇവിടെ ഗുണിക്കുമ്പോൾ എത്ര സ്ഥാനമുണ്ട്? പോയിൻറ്റിന് ശേഷം 0.7 എന്ന് വരുന്നുണ്ടല്ലോ, അതായത് പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനമുണ്ട്. അതേപോലെ 5.7 × 5.7 എന്ന് പറയുമ്പോൾ
5.7 പോയിൻറ്റിന് ശേഷം ഓരോ സ്ഥാനങ്ങളുണ്ട്. അതായത് ഇവിടെ ഗുണിക്കുന്നത് 2 സ്ഥാനം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരത്തിലും 2 സ്ഥാനം വരും. ഉത്തരം പോയിൻറ്റിന് ശേഷം 2 സ്ഥാനം വരും. അതായത് 5.7 ഇൻറ്റു 5.7 ഗുണിക്കുമ്പോഴാണ് 32.49 കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ 5.7 ആയിരിക്കും. അതേപോലെ 3,24,900. ഓക്കെ, അതിൻ്റെ വർഗ്ഗമൂലം എന്തായിരിക്കും? അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5, 7 എന്നുള്ള സംഖ്യകൾ കൊണ്ട് ഗുണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പോയിൻ്റ് വരുന്നില്ല, പക്ഷെ 2 പൂജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 57ൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു 0 കൊടുക്കുക. അപ്പോൾ 570 ഇൻറ്റു 570 ഇത് ഗുണിച്ചാൽ എന്താണ് കിട്ടുക? അതായത് 3249 ഓൾറെഡി കിട്ടും. പിന്നെ 57ൻ്റെ കൂടെ 2 പൂജ്യം ഗുണിക്കുന്നുണ്ടല്ലോ രണ്ട് ഭാഗത്തും. അപ്പോൾ ഉത്തരത്തിലും 2 പൂജ്യങ്ങൾ വരും. അപ്പോൾ 3,24,900 കിട്ടും. അതായത് 570 ആയിരിക്കും ഇതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ 0.3249 ഇതിൻ്റെ വർഗ്ഗമൂലം കാണണം. അപ്പോൾ എന്തായാലും ഒരു 5, 7 ഉണ്ടാവും. പിന്നെ ഈ പോയിൻറ്റിൻ്റെ സ്ഥാനം എവിടെയാണ് വരിക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ 0.3249 എന്ന് പറയുമ്പോൾ അതിൽ പോയിൻറ്റിന് ശേഷം 4 സ്ഥാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏത് സംഖ്യകൾ കൊണ്ടാണ് ഗുണിച്ചത് അവിടെയും പോയിൻറ്റിന് ശേഷം 4 സ്ഥാനങ്ങളാണ് ആകെ വരേണ്ടത്. ഇപ്പോൾ 0.57 അപ്പോൾ പോയിൻറ്റിന് ശേഷം 2 സ്ഥാനമുണ്ട്. അപ്പോൾ 0.57 ഇൻറ്റു 0.57 ഇവിടെ പോയിൻറ്റിന് ശേഷം 2 സ്ഥാനം 2 ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 4 സ്ഥാനങ്ങൾ വരുന്നുണ്ടല്ലോ പോയിൻറ്റിന് ശേഷം. അപ്പോൾ 0.57 ഇൻറ്റു 0.57 ഗുണിക്കുമ്പോഴാണ് 0.3249 കിട്ടുക. അപ്പോൾ 0.3249ൻ്റെ വർഗ്ഗമൂലം എന്നുള്ളത് 0.57 ആകും. അപ്പോൾ ഇത് കുറക്കാണ് ചെയ്യേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ 57 കൂട്ടണം 5.7 കൂട്ടണം 570 കുറക്കണം 0.57. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 632.13 കിട്ടുക. ഓക്കെ, അപ്പോൾ 632.13 ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ആര്? 31, 41, 51, 61. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 31, 41, 51, 61. ഓക്കെ, എല്ലാം ഒറ്റസംഖ്യകളാണെങ്കിലും ഇതിൽ ഒരു സംഖ്യ മാത്രം വ്യത്യസ്തമാണ്. അതായത് 51 എന്നുള്ളത് 3 ഗുണിക്കണം 17 ആണ്. ഓക്കെ, 3 17 ഗുണിച്ചാലാണ് 51 കിട്ടുക. അതായത് 51 എന്നുള്ളത് ഒരു ഭാജ്യ സംഖ്യയാണ്. 31, 41, 61 ഇതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. മറ്റുള്ള വേറെ 2 സംഖ്യകൾ ഗുണിച്ചാൽ ഈ 31, 41, 61 എന്നുള്ളത് കിട്ടില്ല. ഓക്കെ, 1 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. അതുകൊണ്ട് 31, 41, 61 ഇതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. 51 മാത്രം ഭാജ്യ സംഖ്യയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.